KSRTCയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ സൂചന നൽകി UDF സർക്കാർ. ഉത്സവകാല സീസണുകളിൽ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ നീക്കം. നോൺ AC വിഭാഗത്തിൽ 600 ബസ്സുകൾക്കും AC സീറ്റർ കം സ്ലീപ്പർ വിഭാഗത്തിൽ 63 ബസ്സുകൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ബസ്സുകളുടെ ക്ഷാമം ഉന്നയിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക നഷ്ടമുണ്ടായതോടെ ഉപേക്ഷിച്ച പദ്ധതി. ദ ന്യൂസ് മലയാളം ബിഗസ്റ്റ്. തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ MP ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ദേവൻ, സ്വകാര്യവൽക്കരണത്തിനായി ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു എന്നുള്ളത് മുമ്പും ആരോപണ വിധേയമായ വിഷയമാണ്. ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ശക്തമായി ആ പദ്ധതി നടപ്പാക്കാനുള്ള ആലോചനയാണോ അതോ മറ്റൊരു പദ്ധതി തന്നെയാണോ ഇത്? ഹർഷൻ, സംസ്ഥാനത്താകെ KSRTCക്ക് ഏകദേശം 5300-ലധികം ബസ്സുകൾ ഉണ്ടെന്നാണ് KSRTCയുടെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇതിൽ 1917 ബസ്സുകളും ഈ സെപ്റ്റംബർ മാസത്തോടെ അതിന്റെ ഫിറ്റ്നസ് കാലാവധി അവസാനിക്കും. നേരത്തെ 2 തവണ കേന്ദ്ര നിയമത്തിൽ ഇളവ് തേടിക്കൊണ്ടാണ് ഈ ബസ്സുകളുടെ എല്ലാം തന്നെ ഫിറ്റ്നസ് പുതുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. ഇത് സംബന്ധിച്ച് ഇനിയും ബസ്സുകൾക്ക് ഫിറ്റ്നസ് പുതുക്കി നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രാലയം ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ KSRTCയിൽ കടുത്ത ഈ ബസ്സുകളുടെ ക്ഷാമം നേരിടാൻ പോകുന്ന ഒരു മാസങ്ങൾ കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ KSRTCയെ ഇത്തരം ഒരു നീക്കത്തിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിശദീകരണം. ഏതായാലും ഈ 600 ബസ്സുകൾ, അതായത് നോൺ AC ഡീസൽ ബസ്സുകളുടെ വിഭാഗത്തിൽ 600 ബസ്സുകൾക്കാണ് ഇപ്പോൾ ഈ KSRTC വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ഡ്രൈവർ ഉൾപ്പെടെ, ബസ്സും ഡ്രൈവറും ഉൾപ്പെടെയാണ് ഈ കരാർ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുക. അതിൽ ബസ്സുകൾക്ക് ഡീസൽ നിറച്ച ശേഷം നമ്മൾ സർവീസ് പെർമിറ്റ് നൽകി വാഹനം ഓടിക്കുകയാണ് പതിവ്. അതിൽ KSRTCയുടെ ലോഗോ എല്ലാം തന്നെ, ബസ്സുകളിൽ KSRTCയുടെ ലോഗോയും അതിൻ്റെ പെയിന്റും എല്ലാം തന്നെ മാറ്റിക്കൊണ്ടായിരിക്കും പിന്നീട് ആ ഒരു സർവീസ് നടത്തുക. പക്ഷേ ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് 600 ബസ്സുകൾക്കാണ്. ഇതിപ്പം പ്രധാനമായും ഈ ശബരിമല സീസണൽ മുന്നിൽ കണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കം KSRTC നടത്തുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെയാണ് 63 AC സ്ലീപ്പർ കം സ്ലീപ്പർ വിഭാഗത്തിൽപ്പെടുന്ന 63 ബസ്സുകൾക്കും വേണ്ടിയിട്ടും ഈ പറയുന്ന പോലെ തന്നെ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. അത് 6 മാസത്തേക്കാണ് ഈ ഒരു ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും കാലാവധി എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്നത് പോലെ തന്നെ ജനുവരി മുതലാണ് നവംബർ 10 മുതൽ ജനുവരി 31 വരെയാണ് നോൺ AC വിഭാഗത്തിൽപ്പെടുന്ന ബസ്സുകൾ 600 ബസ്സുകളുടെ കാലാവധി വാടകയ്ക്ക് കാലാവധിയായി പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ 1 വർഷം കൂടി നീട്ടാമെന്നും കൂടി ഈ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ ഓഗസ്റ്റ് 15 മുതൽ ജനുവരി 31 വരെയാണ് ഈ AC ബസ്സുകൾ ഇത്തരത്തിൽ ഈ സർവീസ് വാടകയ്ക്കായി നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഈ 2 ബസ്സുകളും അല്ലെങ്കിൽ ഈ 2 വിഭാഗത്തിൽപ്പെടുന്ന ബസ്സുകളും ഇങ്ങനെ എടുക്കുമ്പോൾ മുൻപ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന പോലെ തന്നെ 10 ബസ്സുകൾ ഈ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് എടുക്കുകയും അത് കേരളത്തിൽ സർവീസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 10ൽ 8 ബസ്സുകളും നഷ്ടത്തിലായിരുന്നുവെന്ന് പിന്നീട് മാധ്യമങ്ങളും ഒപ്പം തന്നെ KSRTCയുടെ കണക്കുകളിലെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ 60 ലക്ഷത്തിലധികം രൂപ ഈ പറയുന്ന പോലെ തന്നെ ചുരുങ്ങിയ 2 മാസം മാത്രമാണ് അന്ന് സർവീസ് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഭീമമായ നഷ്ടം KSRTCക്ക് അന്ന് ഉണ്ടായി. മാത്രമല്ല അന്ന് ഈ ഒന്നാം LDF സർക്കാർ KSRTC സ്വകാര്യവൽക്കരണത്തിനായി ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരോപണം വലിയ രീതിയിൽ പ്രതിപക്ഷത്തിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ആ പദ്ധതി വിപുലീകരിക്കാൻ 25 ബസ്സുകളായി വിപുലീകരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും ആ ശ്രമം പിന്നീട് ഉപേക്ഷിക്കേണ്ട സാഹചര്യമായിരുന്നു. കാരണം ഭീമമായ നഷ്ടമാണ് KSRTCക്ക് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. അത്തരം ഒരു പദ്ധതിയാണ് വീണ്ടും ഇപ്പോൾ KSRTC ഈ പറയുന്ന പോലെ തന്നെ ബസ്സുകളുടെ ക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഈ ഒരു രീതിയിൽ കൊണ്ടുവരാനായി ശ്രമിക്കുന്നത്. പക്ഷേ അന്ന് 10 ബസ്സുകൾ സർവീസിൽ ഇറക്കിക്കൊണ്ടാണ് ഒരു 60 ലക്ഷം രൂപയുടെ നഷ്ടം KSRTCക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ വരിക 600-ലധികം ബസ്സുകളാണ്. അതും ഈ പറയുന്ന പോലെ തന്നെ നോൺ AC വിഭാഗത്തിൽപ്പെടുന്ന ബസ്സുകൾ കൂടി ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി KSRTCക്ക്, അത് ലാഭകരമായില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി KSRTCക്ക് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടെൻഡർ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള കത്തെല്ലാം തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടുകൂടിയാണ് ടെൻഡർ നടപടികൾ ആരംഭിക്കുക. പക്ഷേ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ യൂണിയൻ നേതാക്കളും അടക്കമുള്ള ആളുകൾ ഇതൊരു സ്വകാര്യവൽക്കരണത്തിനായിട്ടുള്ള നീക്കമായി ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം പല മേഖലയിലും ഈ പറയുന്ന പോലെ തന്നെ സ്വകാര്യവൽക്കരണത്തിനായിട്ടുള്ള നീക്കങ്ങളും നിക്ഷേപങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് KSRTCയിലും ഇത്തരം ഒരു നീക്കമെന്നാണ് പറയുന്നത്.